മാർച്ച് 30-ന് സമ്പൂർണ്ണ ശുചിത്വ നഗരമായി മുണ്ടക്കയത്തെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വാർഡിലും കുടുംബശ്രീകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാലിന്യങ്ങൾ മാറ്റി പൂന്തോട്ടങ്ങൾ തീർത്തുകൊണ്ട് 2-ാം വാർഡ് പോലീസ് സ്റ്റേഷൻ റോഡ് ഭാഗത്ത് ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. ADS പ്രസിഡന്റ് താരാമോബി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ CV അനിൽകുമാർ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. രംഗത്തും പുരോഗതി പ്രാപിച്ചത് നമുക്കെല്ലാം അറിയാം. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും പുരോഗതി ഉണ്ടായി. നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ വളരെ വേഗം നഗരങ്ങളാകുന്ന രൂപത്തിലേക്ക് വളരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നം ഈ മാലിന്യം കൊണ്ട് എവിടെയെങ്കിലും വലിച്ചെറിയുന്ന സ്വഭാവം ധാരാളം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ കുറേയധികം മാറ്റം വന്നു. നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ അതുപോലെ പഞ്ചായത്തും ഒക്കെ ഇടപെട്ട് ജീവൻ വിതരണവും പൈപ്പ് കമ്പോസ്റ്റൊക്കെ വന്നുകൂടി അതിനൊട്ടനവധി മാറ്റം വന്നു. ഇതിൻ്റെ അപകടം ആളുകൾ ബോധ്യപ്പെടാൻ തുടങ്ങി. മറ്റുള്ള പല പ്രദേശങ്ങളെക്കായിട്ടും ക്യാൻസർ രോഗികളുടെയൊക്കെ എണ്ണം വളരെയധികം വർദ്ധിച്ച നാടായിട്ട് നമ്മുടെ പ്രദേശം മാറിയപ്പോൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റെയൊക്കെ ദൂഷ്യം ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. ശ്വാസകോശ രോഗങ്ങളും മറ്റ് അനുബന്ധ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ വേസ്റ്റും പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണെന്ന് നല്ല ബോധ്യമുണ്ട്. ഇതെല്ലാം എടുക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പം ജൈവ മാലിന്യങ്ങളെ വീട്ടിൽ തന്നെ സംസ്കരിക്കാം. നശിച്ചു പോകുന്ന സാധനങ്ങൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നു. നശിച്ചു പോകാത്ത പ്ലാസ്റ്റിക്കുകൾ എല്ലാ മാസവും നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്കൽ വേസ്റ്റുകളെ, ബൾബ് ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ, ചെരുപ്പുകൾ, അതുപോലെയുള്ള അത്തരം കുപ്പികൾ, ഇതെല്ലാം 3 മാസം 4 മാസം കൊണ്ട് നമ്മൾ ഹരിതകർമ്മസേന എടുക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ചില വാർഡുകളൊക്കെ അവർ ഇതിൻ്റെ കൂടെ തന്നെ എടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ നില ഇതെല്ലാം കൂടെ മാറുമ്പോൾ നമ്മുടെ പരിസരമാകെ ശുചിയാകുന്ന സ്ഥിതിയുണ്ടാവും. സരസമ്മ ശേഖരൻ, അമ്പിളി സതീഷ്, ഷീല അനിൽകുമാർ, മായ ബിജു, രമണി കൃഷ്ണൻകുട്ടി, ലാൻസി കരീം, ശ്രീജ മോനായി, അമ്പിളി ഉത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.